വമാ ഹുവ ബി ഖൗലി ഷൈത്താനി റജീം, ഇത് ആട്ടപ്പെട്ട പിശാചിൻ്റെ വാക്കും അല്ല. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് മുഹമ്മദിന് ഭ്രാന്തില്ല എന്ന സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഇത് ചെയ്ത്താൻ്റെ വാക്കുകളല്ല എന്നും ഈ വാക്കുകളുടെ ഉടമസ്ഥനായ ദൈവത്തിന് സർട്ടിഫിക്കറ്റ് ഇറക്കേണ്ടി വന്നു. ഒരു ദൈവത്തിന് തൻ്റെ വാക്കുകൾ ഇത് ചെയ്ത്താൻ്റെ വാക്കുകളല്ല എന്ന് ചേർത്ത് പറയേണ്ടി വരിക എന്നതൊക്കെ നല്ല കോമഡിയാണ്. ഇനി എന്തുകൊണ്ടാണ് മുഹമ്മദിന് ഭ്രാന്തില്ല എന്നും മുഹമ്മദ് പറയുന്നത് ചെയ്ത്താൻ്റെ വാക്കുകളല്ല എന്നൊക്കെ ഇവിടെ എടുത്ത് പറയേണ്ടി വന്നത്? അന്നത്തെ അറബികൾ അങ്ങനെയൊക്കെ ആരോപിച്ചിരുന്നു, മുഹമ്മദിന് ഭ്രാന്താണ് എന്നവർ പറഞ്ഞിരുന്നു. ഇതെന്തോ സിഹിർ ബാധിച്ചിട്ട് ചെയ്ത്താൻ പറയുന്നതാണെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതിന് മറുപടിയായിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്, സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ്. ആരാ പറയുന്നത്? ഇതൊക്കെ പറയുന്നത് ആദ്യം പറഞ്ഞ ആൾ തന്നെയാണ്. അപ്പോൾ മുഹമ്മദിന് ഭ്രാന്തില്ല എന്ന് പറയുന്നത് മുഹമ്മദ് തന്നെ. മുഹമ്മദ് പറയുന്നത് ചെയ്ത്താൻ പറയുന്നതല്ല എന്ന് പറയുന്നതും മുഹമ്മദ് തന്നെ. മുഹമ്മദ് പറയുന്നത് അള്ളാഹു പറയുന്നതാണ് എന്ന് പറയുന്നതും മുഹമ്മദ് തന്നെ. മുഹമ്മദ് പറയുന്നത് ജിബ്രീലിൻ്റെ വാക്കുകളാണ് എന്ന് മാറ്റി പറയുന്നതും മുഹമ്മദ് തന്നെ. എല്ലാം മുഹമ്മദ് പറയുന്നു. ആരെ സംബന്ധിച്ചിടത്തോളം? അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരിതെല്ലാം മുഹമ്മദിൻ്റെ വായിലൂടെയാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ മുഹമ്മദിന് ഭ്രാന്തില്ല, മുഹമ്മദ് പറയുന്നത് ചെയ്ത്താൻ്റെ അല്ല, മുഹമ്മദ് പറയുന്നത് ദൂതൻ്റെ ജിബ്രീലിൻ്റെ ആണ്, മുഹമ്മദ് പറയുന്നത് അള്ളാൻ്റെ ആണ് എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ മുഹമ്മദ് തന്നെ ഇങ്ങനെ കുറേ സാക്ഷ്യപത്രങ്ങൾ ഇറക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? എന്തർത്ഥമാണ്?